Good morning, students. Next topic is the genetic engineering. What is genetic engineering? Genetic engineering is the process by which pieces of DNA are transferred from one organism to another. That is the transfer of a pieces of DNA, that is gene, transferred from one organism to another. These are some examples of genetic engineering. A human gene is transferred into a bacterium. And also another example is the bacterial gene is transferred into a plant. And also another example is the human gene is transferred into a sheep. And also fish gene is transferred into a plant. What is gene? A gene is a small piece of DNA that encodes for a specific protein. It's an simple example of genetic engineering. This experiment has done by 1986. Normally, tobacco plant has no any glows in the dark. But during the experiment, scientists taken gene from a firefly that can create glow in firefly. There are several types of genes in firefly. Firefly's DNA has several types of genes. But the scientist can choose the desired gene, that is the firefly glow producing gene. ഇപ്പോൾ ഫയർഫ്ലൈക്ക് ഗ്ലോ കൊടുക്കുന്ന ജീനിനെയാണ് അവർ സെലക്ട് ചെയ്തത്. സോ ദാറ്റ് ജീൻ ഈസ് നോൺ ആസ് ദ ഡിസൈർഡ് ജീൻ. ഫയർഫ്ലൈയുടെ ഡി എൻ എയിൽ ധാരാളം ജീനുകൾ വേറെയുണ്ട്. അതിൻ്റെ വിങ്സിൻ്റെ കളർ കൊടുക്കുന്നത്, ഐ കളറ്, കോമ്പിൻ്റെ ലെങ്ത്ത്, ലെഗിൻ്റെ സൈസ്, ലെങ്ത്ത്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജീൻസ് ഇൻ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. ബട്ട് ഡ്യൂറിങ് ദിസ് എക്സ്പെരിമെൻറ്റ് സയൻറ്റിസ്റ്റ് ഹാസ് ടു സെലക്ട് the desired gene is the glow producing gene, and that gene is transferred into a tobacco plant, resulting the tobacco plant is glow in the dark. This is a simple experiment in genetic engineering. So they have to transfer a insect gene into a plant. സോ ഇങ്ങനെയും നമുക്ക് ജനറ്റിക് എഞ്ചിനീയറിങ്ങിന് പ്ലാന്റിൽ നിന്ന് ആനിമലിലോട്ടും ആനിമലിലെ ജീൻ പ്ലാന്റിലോട്ടും ഒക്കെ ഹ്യൂമനിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീൻ ട്രാൻസ്ഫർ നടത്താൻ പറ്റും ബൈ ദ പ്രോസസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നടത്താം. ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫയർഫ്ലൈയുടെ ജീനായ ഫയർ കോസിങ് ജീൻ എങ്ങനെ ഈ പ്ലാന്റിലോട്ട് കടത്തി? അപ്പം നമ്മൾ നേരത്തെ കുറേ എക്സാമ്പിൾസ് പറഞ്ഞു. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, അതായത് ഡി എൻ എ ട്രാൻസ്ഫറിങ്ങിനുള്ള എക്സാമ്പിൾസ് ആണ്. ഹ്യൂമൻ്റെ ജീൻ എടുത്തു, ബാക്ടീരിയത്തിൽ കൊടുത്തു, ബാക്ടീരിയത്തിൻ്റെ പ്ലാന്റിന് ചെയ്യാം, ഹ്യൂമൻ്റെ ഷീപ്പിന്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡി എൻ എയിൽ ചേഞ്ചസ് വരുത്താം. ഇങ്ങനെ ചേഞ്ചസ് വരുത്തി നമുക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫയർഫ്ലൈയിൽ ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഉണ്ടായിരുന്നു. ആ ജീനിനെ ഒരു പ്ലാന്റിൽ കൊടുത്തു. ആ പ്ലാന്റിൽ ഗ്ലോ ഉണ്ടാവണം, അതായിരുന്നു അവരുടെ എയിം. അതവർ ക്രിയേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഡിസൈർഡ് ജീനിനെ വേറൊരു ഓർഗാനിസത്തിൻ്റെ ഡി എൻ എയിൽ കൊടുത്തു. ആ ഓർഗാനിസത്തിൻ്റെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തി, അതാണ് ജീൻ മാനിപ്പുലേഷൻ നടത്തി, അവരെന്താണോ ഉദ്ദേശിച്ച ആ ജീനിൻ്റെ പ്രോഡക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തു. ദിസ് ഈസ് ദ ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇങ്ങനെ ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അനദർ ക്യാരക്ടർ. ദിസ് ഈസ് നോൺ ആസ് ദ വെക്ടർ. എ വെക്ടർ ഈസ് നീഡഡ് ടു ട്രാൻസ്ഫർ എ ജീൻ ഇൻ ടു എ ഹോസ്റ്റ് സെൽ. ഒരു ഹോസ്റ്റ് സെൽ എൻ്റെ ബോഡിയിലോട്ട് ഒരു ജീനിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് നമുക്കൊരു വെഹിക്കിള് ആവശ്യമുണ്ട്. ദിസ് ഈസ് നോൺ ആസ് ദ വെക്ടർ. എ വെക്ടർ ഈസ് എ നീഡഡ് ടു ട്രാൻസ്ഫർ എ ജീൻ ഇൻ ടു എ ഹോസ്റ്റ് സെൽ. അപ്പോൾ ഇവിടെ നമുക്കറിയാം
ഫയർഫ്ലൈയുടെ ജീൻ, ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഈ ടൊബാക്കോ പ്ലാന്റിൽ ഇൻസേർട്ട് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ വെക്ടർ. ഒരു വെക്ടറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കാം ഇൻസേർട്ട് ചെയ്തത്. സോ these are the example of vector. A vector is an agent is needed to transfer a gene into a host cell. A vector is a plasmid or virus. Examples ആണ്. What is a plasmid? Next question. A plasmid is a circular piece of DNA in a bacteria. നമുക്കറിയാം ബാക്ടീരിയ ആർ പ്രൊക്കാരിയോട്സ്. They have no true nucleus. Their DNA is genetic material is freely found in the cytoplasm, chromosome. ഇത് കൂടാതെ ഡി എൻ എയുടെ ഒരു ബാക്ടീരിയൽ സെല്ലിൽ കാണുന്ന സർക്കുലർ ഡി എൻ എ is known as the plasmid. In bacterial cell, a piece of circular DNA is known as a plasmid. A plasmid is used for or act as a vector, or it is used for transferring a gene into a host cell. And some viruses are also act as the vector for gene transfer technique. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ജീനിനെ വേറൊരു ഓർഗാനിസം ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഏജൻസിനെ വിളിക്കുന്ന പേരാണ് വെക്ടേഴ്സ്. സം plasmids and viruses are act as a vectors for gene transfer technique in biotechnology. ബയോടെക്നോളജിയിൽ സാധാരണ നടക്കാറുള്ള ജീൻ ട്രാൻസ്ഫർ ടെക്നിക്കിൻ്റെ ഏജൻറ്റ് വെക്ടേഴ്സാണ് പ്ലാസ്മിഡ്സും വൈറസസും. ഓക്കെ, ഇതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വിക്ക് ലുക്ക് പ്രോസസ്സ് നമുക്ക് പറയാം. എ ഡി എൻ എ ക്യാരിയിങ് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ടേക്കൺ ഫ്രം എസ്. ഇപ്പം നമ്മൾ നേരത്തെ ഫയർഫ്ലൈയുടെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു. ഫയർഫ്ലൈക്ക് ഗ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ഉണ്ടായിരുന്നു. എനിക്ക് ആ ജീനായിരുന്നു ആവശ്യം. ദാറ്റ് ജീൻ ഈസ് നോൺ ആസ് ദ ഡിസൈർഡ് ജീൻ. ഇവിടെയാണെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് ഞാൻ നടത്തുകയാണ്. ആ എക്സ്പെരിമെൻറ്റിന് എനിക്ക് ആവശ്യം ഹ്യൂമൻ സെല്ലിൻ്റെ ഒരു ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിനെ ആയിരുന്നു. അപ്പോൾ ഹ്യൂമൻ്റെ സെല്ലെടുത്തു, അതിനകത്ത് ഡി എൻ എ ഉണ്ട്. ഡി എൻ എയിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തുന്ന ജീനിനെ ആയിരുന്നു എനിക്ക് ആവശ്യം. അപ്പം ഡി എൻ എ ക്യാരിയിങ് എ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ടേക്കൺ ഫ്രം എ സെൽ. എക്സാമ്പിൾ, ഹ്യൂമൻ സെല്ലിൽ നിന്ന് നമുക്ക് ഏതോ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ക്യാരക്ടർ അടങ്ങിയിരിക്കുന്ന ജീനിനെ നമ്മൾ എടുത്തു. ഇതെവിടെ എടുത്തു. ദെൻ ദ ജീൻ ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഡി എൻ എ ഓഫ് അനദർ സെൽ. നമ്മളൊരു ബാക്ടീരിയൽ സെല്ലെടുത്തു. ആ ബാക്ടീരിയൽ സെല്ലിൽ എന്തുണ്ട്? പ്ലാസ്മിഡ് ഉണ്ട്. പ്ലാസ്മിഡ് ഈസ് ആക്ട് ആസ് എ വെക്ടർ. ആ പ്ലാസ്മിഡിലോട്ട് ഞാനെടുത്ത ഡിസൈഡ് ഡി എൻ എയുടെ ഡിസൈഡ് ജീനിൻ്റെ ജീനിനെ ഞാൻ ആ പ്ലാസ്മിഡിൽ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്തിട്ട് അതിനെ ഞാനൊരു ഹോസ്റ്റ് സെല്ലിലോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ദ ഹോസ്റ്റ് സെൽ നൗ കണ്ടൈൻ ആർ ഡി എൻ എ. അപ്പോൾ ഇങ്ങനെ ഞാൻ വേറൊരു ഹ്യൂമൻ്റെ ഡി എൻ എയിൽ നിന്ന് ഒരു പാർട്ട് എടുത്തു, ജീൻ. ആ ജീനിനെ എടുത്തു, വേറൊരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് എടുത്തു. പ്ലാസ്മിഡ് ഈസ് ദ സർക്കുലർ പീസ് ഓഫ് ഡി എൻ എ. ആ ഡി എൻ എയിൽ ഇൻസേർട്ട് ചെയ്തു. എനിക്ക് ആവശ്യമുള്ള ഞാൻ എടുത്ത ഹ്യൂമൻ്റെ ഡിസൈഡ് ജീനിനെ എടുത്തു. പ്ലാസ്മിഡിൻ്റെ കുറച്ച് ഭാഗത്ത് കട്ട് ചെയ്തിട്ട് അവിടെ ആ ജീനിനെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ആ പ്ലാസ്മിഡിൻ്റെ നോർമലി ഉണ്ടായിരുന്ന ക്യാരക്ടറിൽ മാറ്റം വന്നു. ആ പ്ലാസ്മിഡിൻ്റെ ഡി എൻ എക്ക് മാറ്റം വരുത്തി. അതാണ് മാനിപ്പുലേറ്റ് ചെയ്തു ഞാൻ. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കി ആ പ്ലാസ്മിഡിനെ നമ്മൾ, അല്ലെങ്കിൽ ആ സർക്കുലർ പീസ് ഓഫ് ഡി എൻ എ വിളിക്കുന്ന പേരാണ് ആർ ഡി എൻ എ ഓർ ഷിമറിക് ഡി എൻ എ. ദാറ്റ് ഈസ് ദ ആർ ഡി എൻ എ or chimeric DNA. ഇപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് chimeric DNA or rDNA? The DNA formed by joining DNA segments of two different organisms is known as recombinant DNA or rDNA or chimeric DNA. അപ്പോൾ ഇങ്ങനെ
ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 2 ഓർഗാനിസമാണ്. ഹ്യൂമൻ്റെ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്താൻ കഴിവുള്ള ജീനായിരുന്നു. ആ ജീനിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തു, ഒരു ബാക്ടീരിയ എടുത്തു, ആ ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് അതിനെ വേറൊരു ബാക്ടീരിയൽ സെല്ലിലോട്ട്, ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊടുത്തു ആ പ്ലാസ്മിഡിനെ. അപ്പോൾ എനിക്ക് കിട്ടിയ ആ ഹോസ്റ്റ് സെല്ലിനെ നമുക്ക് വിളിക്കാം എന്താണ്? ആ ഹോസ്റ്റ് സെല്ലിൽ എന്താ ഉള്ളത്? ഇപ്പോൾ RDNA ഉണ്ട്, ഷിമറിക് DNA ഉണ്ട്, ഞാൻ മാനിപ്പുലേഷൻ വരുത്തിയ DNA ഉണ്ട്. ഈ ഹോസ്റ്റ് സെല്ലിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അനുവദിക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ RDNA ഉണ്ട്. ആ RDNAയും മൾട്ടിപ്പിൾ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെയും മൾട്ടിപ്പിൾ കോപ്പീസ് അവിടെ ഉണ്ടാകും. അതിൽ നിന്ന് ഇപ്പം ഞാൻ ഹ്യൂമനിൽ നിന്ന് എടുത്ത ഡിസൈഡ് ജീൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന ജീനായിരുന്നു. ആ ജീനിൻ്റെ കോപ്പി അവിടെ ഉണ്ടാകും. ഓട്ടോമാറ്റിക്കായിട്ട് ആ ജീനിൻ്റെ കോപ്പി എന്ത് ക്രിയേറ്റ് ചെയ്യുമായിരിക്കും? ആ ജീൻ ഇൻസുലിൻ പ്രൊഡക്ഷൻ ചെയ്യുന്ന ജീനായിരുന്നു. ആ ജീൻ ഇൻസുലിനെ പ്രൊഡക്റ്റ് ചെയ്യാൻ തുടങ്ങും, അതിൻ്റെ പ്രോട്ടീനായ ഇൻസുലിനെ. ആ പ്രോട്ടീനിനെ ഞാൻ ഡിസൈഡ് പ്രോട്ടീനെ അതിൽ നിന്ന് പല ടെക്നിക്കുകൾ വഴി എക്സ്ട്രാക്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഡീറ്റെയിൽ സ്ലൈഡിലോട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലുക്ക് ആയിട്ടുള്ള പറഞ്ഞ പ്രോസസ്സ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഷിമറിക് DNA എന്താണെന്ന് പറഞ്ഞു. ഷിമറിക് DNA ഓർ RDNA എന്താണ്? വാട്ട് ഈസ് RDNA? ഇസ് ദ DNA ഫോംഡ് ബൈ ജോയിനിങ് DNA സെഗ്മെൻറ്റ്സ് ഓഫ് 2 ഡിഫറെൻ്റ് ഓർഗാനിസം. 2 ഡിഫറെൻ്റ് ഓർഗാനിസത്തിൻ്റെ DNA സെഗ്മെൻറ്റുകളെ നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയതാണ് RDNA ഓർ ഷിമറിക് DNA. The gene is introduced into a cell in the form of a recombinant DNA. അപ്പോൾ നമ്മൾ ഈ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ജീനിനെ നമ്മൾ ഒരു ഓർഗാനിസത്തിലോട്ട് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഓർഗാനിസത്തിൻ്റെ ജീനിൽ മാനിപ്പുലേഷൻ നടന്നു. ജീൻ മാനിപ്പുലേഷൻ, ദെയർഫോർ ഇറ്റ് ഈസ് നോൺ ആസ് ദ RDNA ടെക്നോളജി. അപ്പോൾ ഇങ്ങനെ DNA മാനിപ്പുലേഷൻ നടത്തിയതിനെ വിളിക്കുന്ന പേരാണ് RDNA ടെക്നോളജി. ഇങ്ങനെ ജീൻ മാനിപ്പുലേഷൻ വഴി ഉണ്ടായ ഓർഗാനിസത്തെ നമ്മൾ വിളിക്കും ജെനറ്റിക്കലി മാനിപ്പുലേറ്റഡ് ഓർഗാനിസംസ് ഓർ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഓർ GMO. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് പ്ലാസ്മിഡ്. വാട്ട് ഈസ് പ്ലാസ്മിഡ്? ഫസ്റ്റ് വൺ ജെനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ജെനറ്റിക് എഞ്ചിനീയറിംഗ് എക്സാമ്പിൾസ് പറഞ്ഞു. ഷിമറിക് DNA ഓർ RDNA ടെക്നോളജി, പ്ലാസ്മിഡ്, വെക്ടർ. The RDNA enters into the host cell. This is the schematic representation of RDNA enters into host. ഒരു ഹോസ്റ്റ് സെല്ലിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ RDNA എൻ്റർ ചെയ്യുന്നതാണിത്. ഇതൊരു ഹ്യൂമൻ സെല്ലായിരുന്നു. ഹ്യൂമൻ സെല്ലിൽ ക്രോമസോമിൽ DNA ഉണ്ട്. ആ DNAയുടെ ഒരു പാർട്ട് ജീൻ, ആ ജീനിനെ ഞാൻ എടുത്തു. ആ ജീനിനെ എനിക്ക് വേറൊരു ഓർഗാനിസത്തിൻ്റെ, ഒരു ഹ്യൂമൻ സെല്ലായിരുന്നു, ആ ഹ്യൂമൻ സെല്ലിൻ്റെ ജീനിനെ ഞാൻ എടുത്തു. ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡ്, ബാക്ടീരിയയുടെ ജീനായ സർക്കുലർ, ബാക്ടീരിയയുടെ എക്സ്ട്രാ ക്രോമസോമൽ സ്ട്രക്ചറായ പ്ലാസ്മിഡ് എടുത്തു. ആ പ്ലാസ്മിഡ് ഞാൻ ഓപ്പൺ ചെയ്തു. അതിലോട്ട് ഹ്യൂമൻ്റെ ജീനിനെ ഞാൻ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് RDNA ഓർ ഷിമറിക് DNA ഓർ റീകോമ്പിനൻ്റ് DNA. ഇതിനെ ഞാൻ വേറൊരു ബാക്ടീരിയൽ സ്പീഷീസിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്ക് കിട്ടിയ ആ ബാക്ടീരിയയാണ് ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഓർ GMO ഓർ ജെനറ്റിക്കലി മാനിപ്പുലേറ്റഡ് ഓർഗാനിസം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ ഒരു ഹോസ്റ്റിലോട്ട് ഇതിനെ ഇൻസേർട്ട് ചെയ്തു. ഈ RDNA ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ഈ ജെനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസിനെ പ്രൊഡ്യൂസ് ചെയ്യും, ഡോട്ടർ സെൽസിനെ. ആ ഡോട്ടർ സെൽസിലെല്ലാം ഈ ഡിസൈഡ് ജീനും ഓട്ടോമാറ്റിക്കായിട്ട് കോപ്പിങ് ആവും. അങ്ങനെ കോപ്പിങ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഡിസൈഡ് പ്രോഡക്റ്റിനെ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. Okay, an organism which has foreign DNA integrated into its genetic material is called genetically modified organism. അതായത് നോക്കി, ദിസ് ഈസ് ദ ഫോറിൻ DNA. അപ്പം ഈ സ്റ്റെപ്പുകളൊക്കെ നടത്താൻ കുറേ ടൂൾസുകൾ നമുക്ക് ആവശ്യമുണ്ട്. ആ ടൂൾസിനെ വിളിക്കുന്ന പേരാണ് RDNA ടൂൾസ് ഓർ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ടൂൾസ്. അപ്പം നിരവധി ടൂൾസുകൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം
ഒരു ഓർഗാനിസത്തെ നമ്മൾ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ജീനിനെ കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്തെടുത്തതിനെ വേറൊരു ഓർഗാനിസത്തിൽ പോയി ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് കണ്ടെത്തി ആ പ്ലാസ്മിഡിൽ കട്ടുണ്ടാക്കി അവിടെ ഇൻസേർട്ട് ചെയ്ത് അതിനെ ഒട്ടിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പറയും. അപ്പോൾ ഇങ്ങനെയാണ് ഓർഗാനിസം വിച്ച് ഹാസ് ഫോറിൻ DNA ഇൻ്റഗ്രേറ്റഡ് ഇൻറ്റു ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ. ഇപ്പോൾ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ എടുത്തു, അതിൻ്റെ ബോഡിയിൽ അതിൻ്റെ DNA നമ്മൾ വേറൊരു ഫോറിൻ DNA, വേറൊരു ഓർഗാനിസത്തിൻ്റെ DNA കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൽ മാറ്റം വന്നു. അപ്പം നമ്മൾ അതിനെ വിളിക്കും ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഇതാണ് ഫോറിൻ DNAs ഇൻ്റഗ്രേറ്റഡ്. ഇതായിരുന്നു നോർമൽ ഒരു ഫോറിൻ DNA കൊണ്ടുവന്ന് വേറൊരു ഓർഗാനിസത്തിൻ്റെ DNA കട്ടുണ്ടാക്കി പുതിയൊരു DNA ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദിസ് ഈസ് നോൺ ആസ് എ ഷിമറിക് DNA ഓർ ഫോറിൻ DNA ഓർ ജനറ്റിക്കലി മോഡിഫൈഡ് DNA. ഈ DNA നമ്മൾ ഒരു ഹോസ്റ്റിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പറയാം ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഈസ് ഓൾസോ നോൺ ആസ് ദ ട്രാൻസ്ജെനിക് ഓർഗാനിസം. അപ്പോൾ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഈസ് ഓൾസോ നോൺ ആസ് ട്രാൻസ്ജെനിക് ഓർഗാനിസം. അപ്പോൾ നമ്മളിവിടെ ഇന്ന് പഠിച്ചത് പ്ലാസ്മിഡ്, ജനറ്റിക് എഞ്ചിനീയറിംഗ്, പ്ലാസ്മിഡ്, വെക്ടർ, ഷിമറിക് DNA, RDNA ടെക്നോളജി, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഓർ ട്രാൻസ്ജെനിക് ഓർഗാനിസം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇൻസുലിൻ വാസ് ദ ഫസ്റ്റ് ഹോർമോൺ ടു ബി സിന്തസൈസ്ഡ് യൂസിങ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി സിന്തസൈസ് ചെയ്ത ഫസ്റ്റ് ഹോർമോണാണ് ഇൻസുലിൻ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ് എയിംസ് എന്താണ്? ഹ്യൂമൻ്റെ ലൈഫ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇൻസുലിൻ ധാരാളം ഷുഗർ പേഷ്യൻസിന് എടുക്കുന്നതാണ്. അപ്പോൾ ഇതിനെ ഇൻഡസ്ട്രിയലായിട്ട് നമുക്ക് ധാരാളം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഷുഗർ എന്ന് പറഞ്ഞുള്ള ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ട് ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇസ് ദ പ്രോസസ് ബൈ വിച്ച് പീസസ് ഓഫ് DNA ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ഓർഗാനിസം ടു അനദർ. ജനറ്റിക് എഞ്ചിനീയറിംഗ് യൂസസ് RDNA or recombinant. What is RDNA? DNA made from two different organisms. Example, human gene and a bacterial plasmid. Human gene എടുത്ത് നമ്മളൊരു ബാക്ടീരിയൽ പ്ലാസ്മിഡിൽ ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്നതാണ് RDNA. അതാണ് DNA made from two different organisms. Example, human gene and bacterial plasmid. Next question is explain the function of a plasmid in genetic engineering. Yes, plasmid is act as a vector to carry a specific gene into the host cell. So plasmid is act as a vector that helps to or that carry a specific gene into the host cell. Host cellലോട്ട് നമുക്കൊരു സ്പെസിഫിക് നമുക്ക് എടുത്ത ഡിസൈർഡ് ജീനിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഏജൻ്റാണ് വെക്ടർ. ഇറ്റ് ആക്ട് ആസ് എ വെഹിക്കിൾ ഫോർ ജീൻ ട്രാൻസ്ഫർ ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. നമുക്ക് ദിസ് എ ബാക്ടീരിയൽ സെൽ. ബാക്ടീരിയൽ സെൽസിൻ്റെ നോർമൽ ബാക്ടീരിയൽ ക്രോമസോം ഉണ്ട്, അത് കൂടാതെ പ്ലാസ്മിഡ് ഉണ്ട്. ദിസ് പ്ലാസ്മിഡ് ഈസ് ആക്ട് ആസ് എ വെക്ടർ. ഇനി എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മിഡ്സ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇറ്റ് ആക്ട് ആസ് എ വെക്ടേഴ്സ് ടു ക്യാരി എ സ്പെസിഫിക് ജീൻ ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. The next one is the stages involved in the gene transfer. First one is the identification of the required gene, a gene for human insulin. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസുലിൻ ആയിരുന്നു ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത ഹോർമോൺ. അപ്പം നമ്മളൊരു ഹ്യൂമൻ ജീൻ എടുത്തു, ഹ്യൂമൻ്റെ DNA എടുത്തു. ആ DNAയിൽ നിന്ന് ഇൻസുലിൻ പ്രൊഡക്ഷൻ്റെ ജീനിനെ നമ്മൾ കണ്ടെത്തി. ആ ജീനിനെ നമ്മൾ അപ്പോൾ കണ്ടെത്തിയത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ റിക്വയർഡ് ജീൻ. ഫസ്റ്റ് വൺ ഇസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ റിക്വയർഡ് ജീൻ. എക്സാമ്പിൾ ഹ്യൂമൻ ഇൻസുലിൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ കട്ടിംഗ് ദ ക്രോമസോം ഓർ ജീൻ യൂസിങ് എ സ്പെഷ്യൽ എൻസൈം കാൾഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ടു റിലീസ് ദ ജീൻ. ഈ ജീനിനെ ആ DNA ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ദിസ് ഇസ് എൻസൈം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ടു റിലീസ് ദ ജീൻ. ആ ജീനെ റിലീസ് ചെയ്തെടുക്കുന്ന ഒരു എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ ഇങ്ങനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വെച്ച് നമ്മൾ അതിനെ കട്ട് ചെയ്തു. ഒരു ഹ്യൂമൻ ജീനിനെ ഒരു ബാക്ടീരിയയുടെ DNAയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഷിമറിക് DNA ഓർ RDNA. That can be inserted into another
ഓർഗാനിസം. അപ്പോൾ നമ്മളത് വേറൊരു ഹോസ്റ്റ് സെല്ലിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കി. അപ്പോൾ ആ ഓരോ കോപ്പിയിലും ആ ജീനിൻ്റെ പ്രോഡക്റ്റായ ഇൻസുലിൻ ഉണ്ടാകും. ആ ഇൻസുലിനെ നമ്മൾ പിന്നീട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നെക്സ്റ്റ് ക്ലാസ് ഓരോ സ്ലൈഡിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ. ഇനി നമുക്ക് പറയുന്നത് എന്താണ് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രധാനപ്പെട്ട യൂസസ്. ടു മേക്ക് ഇൻസുലിൻ ഫോർ യൂസ് ബൈ ഡയബറ്റിക് പേഴ്സൺസ്. അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ടെക്നിക്ക് വഴി ധാരാളം ഇൻസുലിനെ ഡയബറ്റിക് പേഴ്സൺസിന് ക്രിയേറ്റ് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി വരുന്നതിന് മുന്നേ പിഗിൽ നിന്നായിരുന്നു, കൗസിൽ നിന്നൊക്കെ ആയിരുന്നു ഇൻസുലിൻ എടുത്തിരുന്നത്. കൂടാതെ ടു മേക്ക് ഗ്രോത്ത് ഹോർമോൺ ടു ട്രീറ്റ് ഡാവ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈ ടെക്നോളജി യൂസ് ചെയ്യാം. യൂസ് ടു പ്രിപ്പയർ വാക്സിൻസ് പ്രിപ്പയർ ചെയ്യുന്നതും ഈ ടെക്നോളജി വഴിയാണ്. ടു മേക്ക് പ്ലാന്റ്സ് റെസിസ്റ്റൻറ്റ് ടു ഡിസീസ്, പ്ലാന്റ്സിനെ ഡിസീസസിനെതിരെ റെസിസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതിന് നമുക്ക് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നോളജി യൂസ് ചെയ്യാം. ടൊമാറ്റോ മൊസൈക്ക് വൈറസ് കോസസ് ഗ്രേറ്റ് ഡാമേജ് ടു ടൊമാറ്റോ. ഇപ്പോൾ നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ ധാരാളം ഫാമേഴ്സിനെ കഷ്ടപ്പെടുത്തിയിരുന്നൊരു ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കാണാനില്ല. ഇപ്പം നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന ടൊമാറ്റോ എല്ലാം അതിൻ്റെ തൊലി അതിൻ്റെ ഔട്ടർ കവറിങ് നല്ല തിക്കാണ്. അപ്പോൾ ദിസ് ആർ ദ ജനറ്റിക്കലി മോഡിഫൈഡ് ടൊമാറ്റോ. കൂടാതെ ടു മേക്ക് പിഗ് കൗ ഫോർ ഫിഷ് ഗ്രോ ഫാസ്റ്റർ ചെയ്യാനായിട്ട് ഒക്കെ നമുക്ക് ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഹയർ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ബൈ കൗസിൽ നിന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ധാരാളം മിൽക്ക് പ്രൊഡക്ഷൻ നടത്താൻ എബിലിറ്റി ഉള്ള ആ ജീനുകളെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൗസ് എല്ലാം ധാരാളം മിൽക്ക് പ്രൊഡക്ഷൻ നടത്തും. ടു മേക്ക് പിഗ് വിത്ത് ലെസ് ഫാറ്റ്, ദിസ് ഈസ് നോൺ ആസ് ദ ലീനർ മീറ്റ്. ദിസ് ഈസ് ദ ഹൈ ഫാറ്റ് കണ്ടെയ്ൻ പിഗ് മീറ്റ്. ദിസ് ഈസ് ദ ജനറ്റിക്കലി മോഡിഫൈഡ് ലീനർ മീറ്റ്, ഇറ്റ് കണ്ടെയ്ൻ ലെസ് ഫാറ്റ്. And also gene therapy, and these techniques is used for the gene therapy. A gene is inserted into a sick person to treat genetic diseases. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സ്ലൈഡിലും പറയും. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലില്ലാത്തവർക്ക് ഈ വീഡിയോ കേട്ടിട്ട് ക്ലാസ് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.